1 ദിനവൃത്താന്തം അധ്യായം 27. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു. 1-ാം മാസം പേരസ് വംശജനായ സെബദിയേലിൻ്റെ പുത്രൻ യഷോബയാമിൻ്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2-ാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. 3-ാം മാസം പുരോഹിതനായ യഹോയാദായുടെ പുത്രൻ ബെനായയുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബെനായ ഇവനാണ്. ഇവൻ്റെ മകൻ അമിസാബാദ് സംഘത്തിൻ്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ കീഴിൽ 24,000 പേർ. അവന് ശേഷം മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഇസ്രാഹ്യനായ ഷംഹുദിൻ്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രായിം ഗോത്രജനും പെലോന്യനുമായ ഹെലസിൻ്റെ കീഴിൽ 24,000 പേർ. 8-ാം മാസം സെറഹി വംശജനും കുഷാത്തിനുമായ സെബെഖായിയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിൻ്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സെറഹി വംശജനും നെത്തോഫഹിനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോന്യനുമായ ബെനായയുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഉത്നിയേൽ വംശജനും നെത്തോഫാത്തിനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ശമയോൻ്റെ അധിപൻ മാഖായുടെ മകൻ ഷഫാത്തിയ. ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയ. അഹ്റോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക്കായിരുന്നു. ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ഏലീഹു യൂദായുടെ തലവൻ. മിഖായേലിൻ്റെ മകൻ ഒമ്രി ഇസാക്കറിൻ്റെ തലവൻ. ഒബാദിയായുടെ മകൻ ഇഷ്മായിയ സെബുലൂൻ്റെ തലവൻ. അസ്രിയേലിൻ്റെ മകൻ യെറേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയയുടെ മകൻ ഹോഷയ എഫ്രായിമിൻ്റെ അധിപൻ. പെദായയുടെ മകൻ ജോയേൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ. സഖറിയായുടെ മകൻ ഇദ്ദോ ഗിലെയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ. അബ്നേറിൻ്റെ മകൻ ജാസിയേൽ ബെഞ്ചമിൻ്റെ തലവൻ. യെറോഹാമിൻ്റെ മകൻ അസറേൽ ദാനിൻ്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേല്യരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയിയുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അബിയേലിൻ്റെ മകൻ അസ്മാവത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥാൻ്റെ ചുമതലയിലായിരുന്നു. കെലൂബിൻ്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്തിനായ ഷെമയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതലയേറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു. ഷെഫേലായിലെ ഒലിവ് തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർകാരൻ ബാൽഹനാൻ്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിൻ്റെ അധീനതയിലായിരുന്നു. ഷാറോൻ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാരൻ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദ്ലായിയുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും. ഇഷ്മായേല്യനായ ഓബിയിൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മൊറോണോത്യനായ
യഹ്ദെയ്യ പെൺകഴുതകളുടെയും അഗിരിത്യനായ യാസീസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥാൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഖ്യനായ ഹുഷായി മിത്രവുമായിരുന്നു. അഹിത്തോഫലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബെനായയുടെ മകൻ യഹോയാദയും അബിയാഥറും സേവനമനുഷ്ഠിച്ചു. യോവാബ് ആയിരുന്നു സേനാനായകൻ. Chapter 27. This is the list of the Israelite family heads, commanders of thousands and of hundreds, and of other officers who served the king in all that pertained to the divisions, of 24,000 men each that came and went month by month throughout the year. Over the first division for the first month was Ishbaal, son of Zabdiel, and in his division were 24,000 men. A descendant of Perez, he was chief over all the commanders of the army for the first month. Over the division of the second month was Eleazar, son of Dodo, from Aho, and in his division were 24,000 men. The third army commander, chief for the third month, was Benaiah, son of Jehoiada the priest, and in his division were 24,000 men. This Benaiah was a warrior among the 30, and over the 30. His son Ammizabad was over his division. Fourth, for the fourth month, was Asahel, brother of Joab, and after him his son Zebadiah, and in his division were 24,000 men. Fifth, for the fifth month, was the commander Shamhuth, a descendant of Zerah, and in his division were 24,000 men. Sixth, for the sixth month, was Ira, son of Ikesh, from Tekoa, and in his division were 24,000 men. Seventh, for the seventh month, was Heles, from Beth-Phileth, of the sons of Ephraim, and in his division were 24,000 men. Eighth, for the eighth month, was Shibbekai, the Hushathite, a descendant of Zerah, and in his division were 24,000 men. Ninth, for the ninth month, was Abiezer from Anathoth of Benjamin, and in his division were 24,000 men. Tenth, for the 10th month, was Maharai from Netophah, a descendant of Zerah, and in his division were 24,000 men. 11th, for the 11th month, was Benaiah the Pirathonite of Ephraim, and in his division were 24,000 men. 12th, for the 12th month, was Heldai the Netophathite of the family of Othniel, and in his division were 24,000 men. Over the tribes of Israel, for the Reubenites, the leader was Eleazar, son of Zichri; for the Simeonites, Shephatiah, son of Maacah; for Levi, Hashabiah, son of Kemuel; for Aaron, Zadok; for Judah, Eliab, one of David's brothers; for Issachar, Omri, son of Michael; for Zebulun, Ishmaiah, son of Obadiah; for Naphtali, Jeremoth, son of Azriel; for the sons of Ephraim, Hoshea, son of Azaziah; for the half-tribe of Manasseh, Joel, son of Pedaiah; for the half-tribe of Manasseh in Gilead, Edo, son of Zechariah; for Benjamin, Jaasiel, son of Abner; for Dan, Azarel, son of Jeroham. These were the commanders of the tribes of Israel. David did not count those who were 20 years of age or younger, for the Lord had promised to multiply Israel like the stars of the heavens. Joab, son of Zeruiah, began to take the census, but he did not complete it, for because of it wrath fell upon Israel. Therefore the number did not enter into the book of Chronicles of King David. Over the treasures of the king was Asmaveth, the son of Adiel. Over the stores in the country, the cities, the villages, and the towers was Jonathan, son of Uzziah. Over the farm workers who tilled the soil was Ezrai, son of Kelub. Over the vineyards was Shimei from Ramah, and over their produce for the wine cellars was Zabdi the Shifmite. Over the olive trees and sycamores of the foothills was Baal-Hanan the Gederite, and over the stores of oil was Joash. Over the cattle that grazed in Sharon was Shitrai the Sharonite, and over the cattle in the valleys was Shaphat the son of Adlai. Over the camels was Obil the Ishmaelite.
Over the she-asses was Jedaiah the Meronothite, and over the flocks was Jaziz the Hagarite. All these were the overseers of King David's possessions. Jonathan, David's uncle, and a man of intelligence, was counselor and scribe. He and Jehiel, the son of Hachmoni, were tutors of the king's sons. Ahithophel was also the king's counselor, and Hushai the Archite was the king's confidant. After Ahithophel came Jehoiada the son of Benaiah and Abiathar. The commander of the king's army was Joab.